അഡ്വക്കേറ്റ് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേറ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ശിക്ഷ കൂട്ടുന്ന ഒരു ബില്ല് ഇപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് നിയമമായി മാറും എന്നും പ്രതീക്ഷിക്കുന്നു. 10 വർഷം തടവും 10 കോടി രൂപയുമാണ് ശിക്ഷ. എത്രമാത്രം ആശ്വാസം നൽകുന്നതാണ്, എത്രമാത്രം ആശങ്ക അകറ്റുന്നതാണ് ഈ ഒരു പുതിയ ബില്ല്? ആശങ്കയുടെ കാർമേഘങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല എങ്കിലും പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നത് തീർച്ചയായും സ്വാഗതാർഹമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു വിഷയമുണ്ടെങ്കിൽ, ഒരു ഫണ്ടമെൻ്റൽ വിഷയം അത് ഉണ്ട് എന്ന് എഗ്രി ചെയ്ത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ പരിഹാര നടപടികൾ ഉണ്ടാവൂ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനവധി പരാതികൾ, അത് NDA ഭരണകാലത്തും UPAയുടെ കാലത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള പരാതികൾ. അപ്പോൾ ഒരു സിസ്റ്റം കൊളാപ്സിലേക്ക് പോകാതെ അത് പിടിച്ചു നിർത്തുകയും റിഫോം ചെയ്തെടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമികമായ ആവശ്യം. അതിൻ്റെ ഭാഗമായി വരുന്ന ഡിമാൻഡുകളാണ് ഒരുപക്ഷെ മന്ത്രിയുടെ രാജി, അതുമാത്രമല്ല കോമ്പൻസേഷൻ, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കോമ്പൻസേഷൻ, അങ്ങനെ പല ഡിമാൻഡുകളും വരും. അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളുണ്ടാകും. ഇതെല്ലാം സ്വാഭാവികം തന്നെയാണ്. ഇതിനെ എങ്ങനെയാണ് ഗവൺമെൻറ്, ഒരു സംവിധാനം, ഭരണകൂടം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഇതാണ് പ്രധാനം. ഇവിടെ ചർച്ചയില്ല എന്ന നിലപാട് മാറ്റിവെച്ചുകൊണ്ട് സമരക്കാരുമായി, അഭിജിത്ത് ദീപ്കയുമായും കൂട്ടരുമായും ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നു. അത് നല്ല കാര്യം. ഈ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന നിരാഹാര സമരം ഏറെ ദിവസം, 2-3 ആഴ്ചയിൽ കൂടുതൽ നിരാഹാരം ഇരുന്ന സമര നേതാവ് കൂടിയായ, ലഡാക്കിലെ ഒരു മുന്നണി പോരാളി കൂടിയായ സോനം വാങ്ചുക് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു, നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾ, ക്രിയാത്മകമായ നടപടികൾ എടുത്താൽ അത് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്മാറിയിരിക്കുന്നത്. ഇപ്പോൾ പന്ത് ഗവൺമെൻറ്റിൻ്റെ കോർട്ടിലാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ ലെജിസ്ലേഷൻ വരികയാണ്. ഇപ്പോൾ ഓവർ ആർച്ചിങ് ചേഞ്ചസ് ഒറ്റയടിക്ക് കൊണ്ടുവരാനാവില്ല. അത് നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ കൊണ്ടുവരാനാവൂ. തിങ്കളാഴ്ച ഇന്ത്യൻ പാർലമെൻറ്റ്, ലോക്സഭയിൽ ഈ ബില്ല് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള എഗ്രിമെൻ്റാണ് ഇപ്പോൾ ഏകദേശ ഒരു ധാരണയാണ് ആയിരിക്കുന്നത്. അതിൽ ചില ക്രിയാത്മകമായ നിർദ്ദേശമുണ്ട്. അതനുസരിച്ച് ശക്തമായ നടപടികൾ, പരീക്ഷാ ക്രമക്കേടുകൾ കാട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ, ചോദ്യകർത്താക്കൾ, അവർക്കെതിരെ 10 കോടി വരെ പിഴ ചുമത്തുകയും അതുപോലെ 10 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന രീതിയിൽ കർശനമായ ശിക്ഷാ നടപടികളുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് എത്രത്തോളം സ്വീകാര്യമാണ് ഈ പ്രക്ഷോഭം നടത്തുന്ന CJPയുടെ പ്രവർത്തകർക്ക്, എത്രത്തോളം സ്വീകാര്യമാണ് ഈ കാര്യം? മാത്രമല്ല, CJPയുടെ ഡിമാൻഡ് എന്താണ്? ഈ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതാണ് ആവശ്യം. നാളിതുവരെ ഈ NDA ഭരണകൂടം ഇപ്പോൾ 3ാമത്തെ NDA ഗവൺമെൻറ്റാണ് തുടർച്ചയായി. അപ്പോൾ ഈ 12 വർഷത്തിനിടയിൽ അങ്ങനെ കാര്യമായ രാജികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മന്ത്രി രാജിവെച്ചത് വ്യത്യസ്തമായ ഒരു കാരണത്താലാണ്, അല്ലാതെ അങ്ങനെ കാര്യമായ അതെ ഈ അഴിമതി വിഷയത്തിലോ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായിട്ടോ ഒരു രാജ്യം ഉണ്ടായിട്ടില്ല. ആ ട്രാക്ക് റെക്കോർഡ് നിലനിർത്താനാണ് ഒരു പക്ഷേ ഗവൺമെൻറ് ശ്രമിക്കുന്നത്, മോഡി അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നത് ആ ട്രാക്ക് റെക്കോർഡ് നിലനിർത്താനാണ്. പക്ഷേ ഇവിടെ ഈ പബ്ലിക് ആങ്കർ ഒരു ജൈവികമായി ഉയർന്നു വന്നൊരു വിഷയം തന്നെയാണ്. കാരണം ഇതിനെ ഒരു സങ്കുചിത താല്പര്യമെന്നോ കുൽസിത പ്രവൃത്തിയെന്നോ ഉള്ള രീതിയിൽ ഇതിനെ വില കുറച്ച് കാണാനാവില്ല. ജൻസി പ്രക്ഷോഭം എന്ന നിലയിൽ മൊത്തത്തിൽ പറയുന്നതിനേക്കാൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ 22 ലക്ഷം പേരാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. എത്രയോ ലക്ഷങ്ങളാണ് CBSE പരീക്ഷ എഴുതിയത്. ഇവിടെ എല്ലാം സിസ്റ്റം താറുമാറായ സ്ഥിതിക്ക് അവരുടെ മനസ്സുകൾ വ്രണപ്പെട്ടു. ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ്. ന്യായമായ ആവശ്യങ്ങളൊക്കെ നടപ്പാക്കി ഒരു പരിധിവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അന്വേഷണം ഉണ്ടായി, ഇതിൽ ഉണ്ടായിരുന്നവരെ ഒക്കെ ജയിലിൽ അടച്ചതൊക്കെ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഈ മന്ത്രിയുടെ രാജി എന്ന് ഉറച്ചു നിൽക്കുന്നതിലുള്ള ഒരു കാര്യത്തെ, അതുകൊണ്ടാണ് അതിലൊരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടോ എന്നൊരു പൊതുസമൂഹം ചിന്തിക്കുന്നത്. പൊതുവെ ഒരു അരാഷ്ട്രീയ, ശ്രീ കിഷോർ, പൊതുവെ ഒരു അരാഷ്ട്രീയ കൂട്ടായ്മ എന്ന രീതിയിലാണ് വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന കോക്രോച്ച് ജനതാ പാർട്ടി. അത് പൂർണ്ണ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയല്ല, രജിസ്റ്റേർഡ് കക്ഷിയല്ല, ഒരു കൂട്ടായ്മ മാത്രമാണ്. ഒരു പ്രത്യേക നേതാവിനെയോ ഒരു ഘടനയോ ചൂണ്ടിക്കാണിക്കാനാവില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുമ്പോൾ ആരാവും നിയന്ത്രിക്കുക? ആരെല്ലാം അതിനുള്ളിൽ കടന്നു വരാം? സ്വാഭാവികമായി ഇതിനുള്ളിൽ ഛിദ്രശക്തികളോ രാജ്യവിരുദ്ധ ശക്തികളോ സ്ഥാപിത താല്പര്യക്കാരോ പ്രത്യേക ഉദ്ദേശം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കടന്ന് കയറാൻ ശ്രമിച്ചാൽ
അത് തടയേണ്ട ഒരു ചുമതലയുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ പ്രക്ഷോഭത്തിൻ്റെ മെറിറ്റ് ഇല്ലാതാവുന്നതില്ല. അപ്പോൾ ഇതിനിടയിലാണ്, സത്യമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ തയ്യാറായിരിക്കുന്നു, ആ അടിസ്ഥാന വിഷയം അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. 13 അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ അർദ്ധരാത്രിയിൽ രാജ്യത്തോടായി ചെയ്ത ഒരു സംസാരത്തിൽ ഈ കാര്യങ്ങളിൽ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന തുറന്ന സമ്മതമാണ്. അതിന് പരിഹാര മാർഗങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ആ സംസാരം അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ അവിടെ അതുകൊണ്ട് അവസാനിക്കുമോ എന്നതാണ് ചോദ്യമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്. പരിഹാരം ഉണ്ടാവും, അത് നല്ല കാര്യമാണ്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. ഈ വിഷയത്തിനൊരു പൊളിറ്റിക്കൽ കളർ വരുന്നത് നല്ലതാണോ? അത് മറ്റ് കക്ഷികൾ അത് ഏറ്റെടുക്കുന്നു, സ്വാഭാവികമാണ്. പ്രതിപക്ഷം ഏറ്റെടുക്കും, രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്നു, പ്രക്ഷോഭം നയിക്കുന്നു, പാർലമെന്റിലേക്ക് പ്രക്ഷോഭം നയിക്കുന്നു, പ്രധാനമന്ത്രിയുടെ വീട്ടുമുറ്റത്തേക്ക് പ്രക്ഷോഭം എത്തുന്നു. ഇതൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങളാണ്. വിദ്യാർത്ഥികളുടെ ഒരു ജെനുവിനായിട്ടുള്ള ആവശ്യത്തിന് ഒരു അനാവശ്യമായ രാഷ്ട്രീയ നിറം കലർത്തി അതിന് മറ്റു ചില വശങ്ങളിലേക്ക് കടത്തുന്നത്. അല്ല, ഇതിനകത്തൊരു അനാവശ്യ രാഷ്ട്രീയ നിറമൊന്നല്ലേ. രാഷ്ട്രീയ പ്രക്രിയ അങ്ങനെയാണ്. ഒരു ജനാധിപത്യ ലോകത്ത് രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഭരണകൂടത്തിൻ്റെ ഭാഗത്തോ അത് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തോ വീഴ്ച പറ്റിയാൽ അത് തുറന്നെതിർക്കാൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കക്ഷികൾ തയ്യാറാവണം. അതാണ് പ്രതിപക്ഷ ധർമ്മം. അത് ചെയ്യുമ്പോൾ ചില നിയതമായ മര്യാദകൾ കൂടി പാലിക്കണം എന്ന് മാത്രം. ക്രമസമാധാന നില പന്താടുന്ന രീതിയിൽ, ഡൽഹി മുഴുവൻ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ആരോഗ്യപരമായിരിക്കും. ശരി.